ഇപ്പോൾ പൊതുവേ ആൻഡ്രോയിഡ് ഫോൺസിലൊക്കെ വാട്സപ്പിൽ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഗാലറിയിലോട്ട് സേവ് ആവുന്നതായിരിക്കും. പക്ഷേ ഐഫോണിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ആ ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്തിട്ട് കണ്ടാലും അത് ഫോട്ടോസ് ആപ്ലിക്കേഷനിലോട്ട് സേവ് ആവില്ല. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിലുള്ള ഒരു ഫോട്ടോ എങ്ങനെ നമ്മുടെ ഫോട്ടോസ് ആപ്ലിക്കേഷനിലോട്ടും കൂടി സേവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഏത് കോൺടാക്റ്റിലാണോ നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ട ഫോട്ടോ ഉള്ളത് ആ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ട ഫോട്ടോ സെലക്ട് ചെയ്യുക. ഒരു എക്സാമ്പിൾ ഞാൻ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ നമുക്കൊരു ഷെയർ ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സേവ് ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഗാലറിയിലോട്ട് സേവ് ആവുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ഫോട്ടോസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോട്ടോ ഇവിടെ ഗാലറിയിൽ കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വാട്സപ്പിൽ വന്നിട്ടുള്ള ഫോട്ടോസ് ആപ്ലിക്കേഷനിലോട്ടും കൂടി ഐഫോണിൽ സേവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.